protector without equal. കൊമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പുളയ്ക്കുന്ന ഈ കൊച്ചിയിൽ നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരെ അന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സ്ത്രീകളാ. കലക്കി സതീശ. താങ്ക്സ്. ഈ ടീം ഏതാ? അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ. മുരുക പാർട്ടിക്ക് ഇടുക. എന്തേ ഇതാലിക്ക അതേപോലെ എത്ര നാളായി ഇക്ക കണ്ടിട്ട്. അല്ല മുരുകനിക്കുണ്ടല്ലോ പഴയ അതേ അടി. ചായയിൽ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ? അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. സതീശ കാശത്രേ. ഇക്ക ടീച്ചറിന്റെ കാര്യത്തിലിക്ക നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചവൻ ചിലപ്പോ ചില കൈവിട്ട കളി. അങ്ങനെ അല്ലിക്ക പിള്ളേരൊക്കെ പറയണത് പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു അറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണി നടക്കിയിരിക്കാം. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കോ, പുറത്തെടുക്കണ്ട. കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ? നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. പോടാ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു. ഒന്ന് കാണാമെന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന
ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശെങ്കിലും മരിച്ചത്. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി. പിന്നെ ഇപ്പൊ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന് നമ്മ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ലോ, അവരെ പോയി പൊക്കടാപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നീ എന്തിനാണ് അവനെ തല്ലിയത്? ഒറ്റ കിട്ടുമ്പോ പണി തരുവേ. എന്റെ ബ്രദർ ഉള്ളപ്പോഴാണ്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതിന് തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങ് ഇറങ്ങിക്കോളും സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. ഒരു വേഷം കിട്ടാൻ വേണ്ടിയല്ലേ സാറേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, ആടിച്ചിവന്റെ ഒക്കെ. ചെയ്തത് ആരും ആരുടെ അവകാശികളല്ലടോ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണെന്ന്.